അപ്പൊ നമ്മ കൂർഗിലേക്ക് എത്തിയിട്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആ പറയുമ്പോൾ നമ്മുടെ വണ്ടിയിൽ വേറൊരാളും കൂടി ഉണ്ട്, അവരെ തല കാണുന്നില്ല. കൂടുതല് ഐഷ കൂടി ഉണ്ട്. പിന്നെ അപ്പൊ നമ്മ പോകുന്ന വഴിയിൽ കുറെ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, നല്ല മഞ്ഞുള്ള സ്ഥലമാണ്, നല്ല ഉണ്ട്. ആ മുമ്പിൽ പോകുന്ന വണ്ടിയാണ് ടാന്റെ പിന്നെ ചാച്ചാന്റെ വണ്ടി. അപ്പോൾ അതിലാണ് ബാക്കിയുള്ളവരുള്ളത്. പിന്നെ നല്ല വ്യൂ പോയിന്റ് ആണ് കേട്ടോ അത്. കുരങ്ങെത്തി, കുരങ്ങന്മാരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ള ഓളെ പോലെ തന്നെ ഇതാ ഓളെ പോലെ തന്നെ ആൾക്കാരെ നോക്കാൻ പോകുന്നുണ്ട്. നമ്മളെ നെസ്റ്റിലാണ് പോകുന്നുള്ള കൊറേ കുരങ്ങന്മാരുണ്ട്. നോക്കിതാ കുറെ ആൾ നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കുന്ന പോലെ ഫീലാകുന്നുണ്ട്. കണ്ട കരുവ നല്ല വണ്ടി കാണാൻ വേണ്ടിട്ട്. അപ്പം നമ്മുടെ വഴിയിൽ ചാടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പം ഈടുന്നാണ് നമ്മൾ ചാടിക്കുന്നുള്ളത്. ചാടിക്കാൻ ഇറങ്ങിയാൽ നല്ല ഉണ്ടിട്ട് ഇവിടെ ഭയങ്കര തണുപ്പാണ്. നമ്മളാടാണെങ്കിൽ ഭയങ്കര ചൂടും. ഈ സമയത്തൊന്നും ഇത് നമുക്ക് പുറത്തിറങ്ങിയാൽ പോലും പിന്നെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ പുറത്തുള്ള പണിയെടുക്കുമ്പോൾ ഭയങ്കര ചൂടാണ് ഉണ്ടാവല്. ഇവിടെ ഉമ്മാൻ്റെ സിസ്റ്ററും ഉമ്മാവും അവിടെ ഉണ്ട്. പിന്നെ ഇത് അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മളെ തലക്കിൻ്റെ മീത്തെല്ലാം ഇട്ടിട്ടാ ഞാൻ നിൽക്കുന്നത് എന്ത് ഇതിങ്ങനെ വീഴുന്നതെന്ന്. അപ്പോഴത്തേക്ക് ഇങ്ങനെ മീത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, നല്ലുണ്ട് സ്ഥലം. ആരെ അഫ്ലു ഫാൻസ് അസോസിയേഷൻ അവരാണ് ഇവിടെ ഇങ്ങനെ തുള്ളി കളിക്കുന്നുള്ളത്. അതില് കണ്ട കുഞ്ഞും കൂടി ഉണ്ട് കേട്ടോ. അതില് രണ്ടെണ്ണോ അമ്മയും കുഞ്ഞും മോനെ അത്ര വീത്തത് ഇങ്ങനെ വന്നതാണടാ. കണ്ട 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 കുറേ പേരുണ്ട് ഇവിടെ. ഇവിടെ ഇത് കുഞ്ഞൽമുത്തമ്മന്റെ ഫാൻസിനെ കണ്ടിട്ട് ഇങ്ങനെ 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 കൂടെ ഒന്നിനും ഒക്കെ കൂട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കടയിലാണ് നമ്മ ഹോട്ടലും കടയോ അങ്ങനെ എന്തോ പോലത്തെ എവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. എൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ പോയിട്ട് ഇരിക്കേണ്ടത്. ഇഡ്ഡലിയും സാമ്പാറാണ് നമുക്ക് കഴിച്ചിട്ടുള്ളത്. പലതും വാങ്ങിയിട്ടുണ്ട്. ഇതെൻ്റെ മോള് വാങ്ങിയതാണ്. അപ്പം ഞാൻ ഇതിൽ തന്നെ ഞാൻ കഴിക്കുന്നുണ്ട്. ഇഡ്ഡലി സാമ്പാറും ഉണ്ട്, ഇഡ്ഡലിയും ചമ്മന്തിയും ഉണ്ട്. അപ്പോൾ പഴം നിറച്ചതും പിന്നെ കോഫിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ മൂന്നാളും പഴം നിറച്ചതാണ് വാങ്ങിയിട്ടുണ്ട്. പിന്നീട് ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനത്തെ ഐറ്റംസ് തന്നെ ഉണ്ട്. പിന്നെ വേറെ ഇതെല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ ഫുഡെല്ലാം കഴിച്ചിട്ട് എല്ലാവർക്കും എനർജിയിൽ കൂട്ടിയിട്ടുള്ള ടൈമാണ്. നമ്മളെ ബാക്കിലിരിക്കുന്ന അഫ്രാക്ക് ഭയങ്കര എനർജിയാണ്. കുറെ തോന്നിനെ പൂരി ബാജിയാണ് ഭയങ്കര ടേസ്റ്റ്. ഇത് ഏടെ സ്ഥലം എന്നൊക്കെ അങ്ങനെ പറഞ്ഞതാണ് അറിയില്ല. ഞാൻ അടച്ചു ഇവിടെ കർണാടക കയറിയതാന്ന് പറഞ്ഞത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ ഐറ്റംസും കോഫി നാടൻ കോഫിയാണ് ഉണ്ടായത്, നല്ല ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ പൂരി ബാജി അങ്ങനെ ഇവര് കഴിച്ച എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ എല്ലാത്തതും ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിന്. പിന്നെ എനർജി കൂടിയതുകൊണ്ട് ഇപ്പൊ നെസ്ല സൈലന്റ് ആയി. എനർജി കൂടുന്നതിന് മുമ്പ് നെസ്ല ഭയങ്കര പിരിപിരിയായിരുന്നു. പിന്നെ എല്ലാരും ഉണ്ട് ഇപ്പം. നമ്മ നേരത്തെ ഉണ്ടായ ആൾക്കാരെല്ലാം ഉണ്ട് ഇപ്പം. അഫ്ര ഭയങ്കര ബേജാറിലാണ്. എന്തെന്നറിയില്ല. ഓൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഓൾക്ക് പ്രേതപ്പല്ലുണ്ട്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരട്ടെ. അത് അവൾ ശരിക്കും കാണും പ്രേതപ്പല്ല്. ഞാനെപ്പോ പറയും പ്രേതപ്പല്ല്. അങ്ങനെ അഫ്ര രംഗത്തിറങ്ങിയിരിക്കുന്നു. ഈ ബെൽറ്റ് കാരണം അഫ്രാനെ കാണുന്നില്ല. ഈ മുമ്പിലിരിക്കുമ്പോ ഇതാണ് ഷെല്ലും ബെൽറ്റ്. അപ്പൊ എന്താ വെച്ചെങ്കില് ഓളെ പ്രേതപ്പല്ലൊന്ന് കാണിച്ചിട്ട് അഫ്ര അവിടെ എല്ലാവർക്കും കാണാൻ ഭയങ്കര ഓളെ പ്രേതപ്പല്ലൊന്ന് കാണിച്ചിട്ട് ഭയങ്കര പ്രേതപ്പല്ലുണ്ട്. അതാ കണ്ട പ്രേതപ്പല്ല് ഇവിടെ പ്രേതത്തിനെ പോലെ ആക്കലുണ്ട്. അങ്ങനെ ഒന്നാക്കി കൊടുത്ത ഞാൻ ഇങ്ങനെ ആക്കല്ലേ നീ. എല്ലാവരും അഫ്ര ആരെന്ന് ചോദിക്കും. അഫ്ര എന്ന് പറയുന്നത് എന്റെ അഫ്ര ആരെന്ന് എല്ലാരും ചോദിക്കേന്. അഫ്രാന്റെ ചാച്ചാന്റെ മോളാന്ന്. ഭയങ്കര ഡിമാൻഡുള്ള ഒരാളാണ് സംസാരിക്കാൻ. അങ്ങ് സംസാരിക്കാത്ത ആൾ ഇഷ്ടേ ഇല്ല. പക്ഷെ എന്റെ അടുത്തൊന്നും സംസാരിക്കുന്നത് വേറെ ആരോടും സംസാരിക്കില്ല. അതറിഞ്ഞ പോലത്തെ കഥ. അവളിങ്ങനെ വെള്ളപ്പാണ്ട് ഉടിച്ചടക്ക് കാണുന്നുണ്ടാ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ ലൈറ്റ് ഓളം മോത്താന്ന് അടിക്കുന്നുള്ളത്, പ്രകാശം. അങ്ങനെയാണ് അങ്ങനെ വെള്ളപ്പാണ്ട് ഉടിച്ചടക്ക് കണ്ടത്. അങ്ങനെ നമ്മൾ കൂർഗിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കൊറേ
പശുക്കളുടെ പശുക്കളുടെ അതാ കണ്ട പശുക്കളുണ്ടോ, കുറേ പശുക്കളുണ്ട് ഇവിടെ. പിന്നെ അങ്ങനെ കൂർഗില് നമ്മ പോവാൻ ഉദ്ദേശിച്ച സ്ഥലം തേടി പോവുകയാണുള്ളത്. ഇപ്പം കുറേ ടൂറിസ്റ്റുകാരുണ്ട്, അവരവിടെ എല്ലാം വഴിയിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് അഫ്ര പറയുന്നത് ഇവരെല്ലാം എന്തിങ്ങനെ വഴിയിൽ വെച്ച് ഫുഡ് കഴിക്കുന്നത്. അഫ്രാന് പറയുന്നത് ഇഷ്ടേ ഇല്ലല്ലോ അഫ്രക്ക്, അതും പറഞ്ഞിടയില്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് മുഖം കാണിക്കാൻ വരും. അതാ കണ്ട, ഞാൻ ഫസ്റ്റ് ആയിട്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല കേട്ടോ. വോയിസ് ഓവർ എടുക്കണ അല്ലെങ്കിൽ ഇതേപോലെ പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ ഒന്ന് ഇത് കമന്റ് ചെയ്യണം കേട്ടോ. ഞാന് ഇങ്ങനെ വോയിസോട് കൂടിയിട്ട് വരുന്ന വീഡിയോ ആണോ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ ആണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മ അവിടെ ലൊക്കേഷനിൽ എത്തിയിട്ട് ആനനെ കാണാനാണ് പോകുന്നുള്ളത്. ആനനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. ഓക്കെ ബൈ. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ലൊക്കേഷനിലേക്ക് എത്തി. ഭയങ്കര എന്തോ ഒരു ഭാഗമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചൂടുണ്ട് തണുപ്പുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി നമ്മ വെള്ളത്തിൽ ഇറങ്ങാനുണ്ട്, കുറെ ആനനെ കാണാനുണ്ട്. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പൊ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ നമ്മ ഫുഡ് ഇവിടെ എന്തെങ്കിലും വിശക്കുന്നുണ്ടായി, അപ്പൊ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. സ്വീറ്റ് കോൺ കാണുന്നുണ്ട് ഇവിടെ. സ്വീറ്റ് കോൺ വാങ്ങിയാലോ എന്നൊരു നമ്മൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതിലേ കൂടി നടന്നിട്ട് പോണം. ആ വഴി നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വരണം. ആനനെ നോക്കാനാണ് നമ്മൾ പോകുന്നുള്ളത്. അടിപൊളി പ്ലേസ് ആണ്, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഉമ്മ ആമിനാനെ വിളിക്കുന്നുണ്ട്, അപ്പലു ആണെങ്കിൽ അതിനേക്കാളും വിളിക്കുന്നുണ്ട്. ആമിന അങ്ങനെ നടന്ന് നീങ്ങുകയാണ് ഗൈസ്. നമ്മളിപ്പോ ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. നല്ല ഭയങ്കര തണുപ്പും നല്ല കാറ്റും വെയിലും ചൂടും അങ്ങനെ. അപ്പുറം അടിപൊളിയല്ലേ? അടിപൊളി. ഇങ്ങനെ പോവേണ്ടതാണ് കേട്ടാ. സംഭവം എന്താ അറിയോ, 4 മണിക്കാണ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. 4 മണി വരെ നമ്മൾ ആനനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അഫ്രാണെങ്കിൽ അഫ്രാൻ്റെതായ രീതിയിൽ പോസ് കൊടുത്തോണ്ടേ ഉണ്ട്. പിന്നെ നെസ്ലാനെയും ജംഷീനെയും കാണുന്നില്ല. ഈ നെസ്ല എത്തിയിട്ടുണ്ട്, രംഗത്തിറങ്ങി. നെസ്ല സിയ ഉണ്ട് ഇവിടെ, രംഗത്തിറങ്ങി. അഫ്ലു ആണിത്. ഇത് ഒരു കുട്ടി വ്ളോഗറാണ് അഫ്ലു. നെസ്ല മസാജിങ്ങിന് വേണ്ടിയിട്ട് കാല് വെച്ചോടുത്ത് നല്ല പാല് മീനെല്ലാം വന്ന് മസാജ് ആക്കുമ്പോൾ എല്ലാവരുടെ കാലും കൊണ്ടുവന്ന് നെസ്ലാന്റെ മീനെല്ലാം ഓടിപ്പോയി. നോക്കോ. നെസ്ലാന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇവിടെ നിന്ന് നെസ്ലാനെ നോക്കുന്നുണ്ട്. നമ്മളിപ്പോ ഈ അടുത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇപ്പം അങ്ങനെ നിസർഗ ഡാമിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത്. ആടെ നമ്മ ആനനെ കാണാൻ പോകണമെങ്കിൽ 4 മണിയാവണം. 4 മണി വരെ വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറെ കാട്ടുതേനെല്ലാം ഉണ്ട്. കാട്ടുതേനുള്ള ഷോപ്പെല്ലാം ഉണ്ട്. പിന്നെ ബാക്കി അകത്ത് കയറിയിട്ട് നോക്കാം. ഓക്കെ അത് നല്ലതന്നെ. അവരെടുത്തത് നല്ലത്. അവരെടുത്തത് നല്ലത്. നംഷീർ നോക്കി ടേസ്റ്റ് ഉണ്ടാ നോക്കിയ അവിടെ മാറിക്ക് എനിക്ക് വീഡിയോയിൽ വന്നേന്ന് തിന്നിട്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ തൂക്കുപാലത്തിലാണുള്ളത്. ഒരു കാട്ടിനുള്ളിലാണ് കയറുന്നുള്ളത്. നല്ല ഉണ്ട്, അടിപൊളി. നല്ല വെയിലും തണുപ്പും അങ്ങനെ ആയിട്ട് നല്ലുണ്ട്. ഫ്രണ്ടിൽ പോകുന്നുള്ളത് കപ്പിൾസാണ്, മറ്റേ ബ്രദറും വൈഫും. താഴെ കുറേ ആൾക്കാരുണ്ട്.
നല്ല രസമുണ്ട് ഇവിടെ കാണാന്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഇതിന്റെ വ്യൂ കാണാൻ നല്ലുണ്ട്. അപ്പം അകത്ത് കയറി നോക്കാം. ഫുള്ള് കാട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം അകത്ത് കയറിയിട്ട്. നമ്മൾ ആതിരപ്പള്ളിയിൽ പോകുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ആതിരപ്പള്ളി പോകുമ്പോൾ കുറച്ചെല്ലാം ഈ ഒരു വൈബാണ് ഉണ്ടായിട്ടുണ്ടായത്. ആതിരപ്പള്ളി പോകുന്ന പോലെ ഉണ്ട് എനിക്ക്. നല്ല ഉണ്ട് കേട്ടോ കാണാനൊരു വനപ്രദേശം. നമ്മളിപ്പോ സൂമിൽ തന്നെ ഉള്ളത്. അപ്പൊ നമ്മൾ നടന്നു പോവുകയാണ്. നല്ല ഇല്ലയാണേ കാണാൻ. ഒരു കാട്ടിലൂടെ ഒറ്റപ്പെട്ട് നടക്കണം. ഭയങ്കരമാണ്. ഒപ്പിക്കടിന്റെ താല്ല നല്ല ഉണ്ട്. ഡയറക്റ്റ് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാളും ഡയറക്റ്റ് ഇതിലും നന്നായിട്ടുണ്ട്. ഭാവി പിന്നെ എപ്പോ നോക്കിയാല് കുഞ്ഞിയാണ്. ഷറഫാസ് മേക്ക് ഓവർ നടക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറെ പരിചയമുള്ള കുറെ പെണ്ണുങ്ങളുണ്ട് അവിടെ. അതാ നിങ്ങൾക്ക് അറിയോന്ന് അറിയോ? അതാണ് നല്ല മുഞ്ചായിട്ടുണ്ട് അവരെല്ലാം. കൊറേ കാണാനുണ്ട്. നമ്മളെ കൂടെ ഉള്ളവർ ഏരിയ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അപ്പല് വീണിട്ടുണ്ട്. ഷോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും വീണ് കാണിച്ചു തരാം. അപ്പല് അതിന്റെ ഫോട്ടോ എടുക്കണേ. ഇവിടെ മാനുണ്ട്. മാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മാനെ കുറച്ച് മുമ്പ് അങ്ങൊന്ന് കണ്ടിട്ടുണ്ടായി. ഇവിടെ അടുത്ത് വരുമ്പോ മാന ഇതേടാ മാൻ ഇവിടെ ഉണ്ട്. കണ്ടാ മാൻ പുള്ളിമാനാ ഇത്. കൊറേ മാനുണ്ട്. അങ്ങോട്ടങ്ങോട്ട് കൊറേ ഉണ്ട്. വീഡിയോയിൽ അത്ര കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ലാസ്റ്റ് നമ്മ ആനനെ കാണാൻ വേണ്ടിട്ട് ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നുണ്ട്. ആന കുളിക്കുന്നുണ്ടെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. നമ്മ പോവാനും നല്ല ഇതുണ്ട്. ഇവിടെയും കുറച്ചെല്ലാം ആതിരപ്പള്ളി പോയ ഒരു ഫീലാണുള്ളത്. ഗൈസ് അങ്ങ് നാടെ കുറേ ആനകളുണ്ട്. ആനകളെ കണ്ടതാ. കുറേ ആനകളുണ്ട്. അവിടെ കുറേ ആനകളുണ്ട്. പിന്നെ നമ്മ അവിടെ ആന കുളിക്കുന്നുണ്ട്. അതൊന്ന് നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആനയുടെ കുളി കണ്ടിട്ടാണ് നമ്മൾ ഇന്ന് കാണിച്ചത്. കുളി സീൻ നോക്കാൻ പോവാം. നമുക്ക് അറിയില്ല സീന് കഴിഞ്ഞാന്നുള്ളത്. ആന കുളിക്കുന്നുണ്ട്. ഇപ്പം നന്നായിട്ട് തേച്ച് കുളിക്കുന്നുണ്ട്. ഭാഗ്യമുണ്ട്. എനിക്കും ഭാഗ്യമുണ്ട്. നിങ്ങൾക്കും ഭാഗ്യമുണ്ട്. കേട്ടാ. അപ്പൊ ആന കുളിക്കുകയാണിപ്പം. കുളി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആനനെ ഒന്ന് തൊടാന്. എന്നോട് മേക്കിരിക്കാറിന്. എന്നോട് സ്പെഷ്യലായിട്ട് അറിഞ്ഞു. ഞാന് അതന്നെ. നിങ്ങളെ ഇഷ്ടപ്പെട്ടു. നന്ദി. തിന്നാൻ ഞാൻ വാഴപ്പഴം കൊണ്ടുതരാം. മേക്കപ്പ് ചെയ്യാൻ ഞാന് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റ് കണ്ടപ്പോ ആനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ് കണ്ടോ. ഹായ് പറയൂ. ആനനോട് ഹായ് പറയൂ. ഐഷാനെ ലക്ഷ്യമിട്ടിട്ടാണ് ആന വരുന്നുള്ളത്. ആലെടുത്തിട്ട് പോവാണ്. റെസ്റ്റ് ചെയ്യുന്ന റൂമാണത്. എനിക്കറിയില്ല. കെട്ടിയത് കണ്ടത് എന്തു പാങ്ങറിയോ. കണ്ടോ. ഇപ്പൊ ആ കൂട്ടിനകത്ത് ആനയുണ്ട്. ആന പാപ്പാനയുടെ പുറത്തിരുന്നിട്ടുണ്ട്. അവിടെ ആ പാപ്പാമാർക്ക് കിടക്കാനുള്ള സ്ഥലം തോന്നുന്നു. ഇതിനകത്ത് ഒരു ആനയുണ്ട് കേട്ടോ. കാട്ടിൽ നിന്ന് ആനനെ പിടിച്ചോണ്ട് വന്നിട്ട് ഇതിലാക്കലെന്നാണ് പറയുന്നത് കേട്ടോ. ശരിയാണോ കള്ളമാണോ എന്നൊന്നും അയാൾ പറഞ്ഞതാ.
ആ കാട്ടുന്ന ആനനെ കൊണ്ടുവന്നിട്ട് ഈ കൂട്ടിലാക്കിയിട്ട് ഇതിന് പിന്നെ പഠിപ്പിച്ചു കൊടുക്കലോ. അത് ഈ കുരുത്തക്കടയിലെ ആനനെ പിടിച്ചിട്ട് അങ്ങനെ കുരുത്തക്കെടെല്ലാം മാറിയിട്ടാകുമ്പോൾ ഇതിനെ ഇവരുടെ ഇങ്ങനെ കൊണ്ടാക്കും. കുറച്ച് അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ടാക്കും. അപ്പുറത്തുള്ളത് പശുക്കളാണ്, ഇപ്പറുള്ളത് കുറേ ആനകൾ കണ്ടോ. അതിനിടയിൽ കുറേ മനുഷ്യന്മാർ ഇരുന്നിട്ട് സംസാരിക്കും. ഫോക്കസ് ആവുന്നില്ലാണ്. അപ്ലുക്ക് ഒരു ഹായ് കൊടുത്ത, അപ്ലുക്ക് ഒരു ഹായ്. ഹായ് ആനേൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നു. ചിങ്ങോട്ടൊക്കെ അങ്ങനെ തന്നെ ആക്കട, പോയ അങ്ങനെ ആക്കണ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ വ്ളോഗ് ഇവിടെ നിർത്തിയാണ്. നൈറ്റായി, ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഫുഡിന്റെ വ്ളോഗ് അധികം എടുക്കുന്ന ബോറടിക്കുമല്ലേ നിങ്ങൾക്ക്, അതുകൊണ്ട് അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്നുള്ളത്. പിന്നെ അപ്പം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും ഒന്നിനും ആരും മറക്കണ്ട കേട്ടോ, മടി കാണിക്കണ്ട. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.